ഷാക്കി, താങ്കൾ ഇനി ഖുറാനും അതുപോലെ ഹദീസും വെച്ച് മറുപടി പറയേണ്ട ആവശ്യമില്ല. ചില പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആർ വി ബാബു റേസ് ചെയ്തിട്ടുണ്ട്, അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഒന്ന്, എനിക്ക് നിങ്ങൾ സമയം തരികയാണെങ്കിൽ ഞാൻ ഇരിക്കണുള്ളൂ. ഇവര് 4 പേരും പറഞ്ഞ രാഷ്ട്രീയപരമായി പറഞ്ഞതിന് കുഴപ്പമില്ല, ഞാൻ രാഷ്ട്രീയപരമായി പറഞ്ഞോളാം. മതപരമായി പ്രവാചകരെയും മറ്റും അധിക്ഷേപിച്ച് പറഞ്ഞത് ഞാൻ ഇരുന്ന് കേട്ടുപോയ ഈ ആരിഫൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്റെ കയ്യിൽ ആരിഫിന്റെ നമ്പറില്ല. ഞാൻ ശ്രീ അനിൽ നമ്പ്യാർക്ക് ഞാനൊരു ഹദീസിന്റെ ഡീറ്റെയിൽസ് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഹദീസ് തെറ്റായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇസ്ലാം ആകണമെന്നില്ല, അത് അദ്ദേഹത്തിന്റെ സൗകര്യം വേണേ ആയാൽ മതി. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ചുള്ള കൃത്യമായ സംഗതി ഞാനിപ്പോ അനിൽ നമ്പ്യാർക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന് അത് അയച്ചു കൊടുക്കണം. അതായത് ആയിഷ ബീവിയോട് ഒരാൾ ഇസ്ലാമിലെ നമസ്കാരം നഷ്ടമാകുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ കാര്യങ്ങളിലാണ് പട്ടി കഴുത സ്ത്രീ. ഞാൻ പറയട്ടെ അനിൽ നമ്പ്യാർ, ഇവര് ഇടപെടുമ്പോ ടീച്ചറെ ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു അസ്വസ്ഥ കാണിക്കണ്ടേ? അപ്പൊ ആ 3 കാര്യങ്ങൾ ഇവർ കളവായി പറഞ്ഞപ്പോ ഇത് പ്രവാചകൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞതല്ല. ആയിഷ ബീവിയോട് ഒരാൾ പറഞ്ഞപ്പോ അത് അവർ കൊടുത്ത കൃത്യമായ മറുപടിയുണ്ട്. എന്റെ പ്രവാചകന്റെ നമസ്കാര സമയത്ത് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ പലപ്പോഴും ഞാൻ കിടക്കാറുണ്ട്. ആ കിടക്കുമ്പോൾ പ്രവാചകൻ നമസ്കരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇല്ലാ കഥ ദയവായിട്ട് പറയരുത്. സ്ത്രീകൾ ഇങ്ങനെ സ്ത്രീകളെ കുറിച്ച് ഇസ്ലാം ഇല്ലാത്ത തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേരിൽ നുണ പറയുന്നത് ദയവായി നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ഉദ്ധരിച്ച അതേ സംഗതി ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ശ്രീ അനിൽ നമ്പ്യാർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം. മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ഒറ്റ മിനിറ്റ്, ശ്രീ ആർ വി ബാബുവിനെ പോലെയുള്ള ആളുകളോട് ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കാൻ കാരണം എന്റെ ധാരണ ഇന്ന് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ പറഞ്ഞ സംഗതിയോട് എം വി ഗോവിന്ദൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. അതിന് മറുപടിയായി കാന്തപുരം വേറെ ഒരു പ്രസ്താവന നടത്തി. അതിനുശേഷം തോമസ് ഐസക് കുറച്ച് കനം കുറച്ചുകൊണ്ട് വേറെ രീതിയിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം മാത്രം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയാകും എന്ന് കരുതിയാണ് ഞാൻ. പറയട്ടെ അതായത് മതപരമായ കാര്യങ്ങളിൽ ഫത്വ പറയാൻ ലീഗ് ആഗ്രഹിക്കുന്ന ലീഗിന്റെ പണിയല്ല. പക്ഷെ ലീഗിന് ഒരു പണി നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ പറയാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. PMS അല്ല, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യവും, ഒരു മിനിറ്റ്, ഇന്ത്യയുടെ ജനാധിപത്യവും നിയമവും ഒക്കെ ഇപ്പൊ ഈ ജാമ്യതയും നുസ്രത്തും ആരിഫൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്തെ ഭരണഘടന പ്രകാരം കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർക്ക് ഒരാളെയും ഉപദ്രവിക്കാതെ അദ്ദേഹം മനസ്സിലാക്കിയ മതവിധി അദ്ദേഹത്തിന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറയാൻ അവകാശമില്ലേ? അത് ഹിന്ദുത്വവാദികൾക്കില്ലേ? അത് കാന്തപുരത്തിന് മാത്രമേ ഉള്ളോ? ഇടപെടും. നിങ്ങൾ അതുകൂടി പറയണം ഉത്തരം. ഞാൻ പറഞ്ഞുതരാം. ഈ കാന്തപുരത്തിന് മാത്രമേ ഉള്ളൂ ആ ഒരു അവകാശം. അത് ഹിന്ദുത്വവാദികൾക്കില്ലേ? ഹിന്ദുത്വവാദികൾ പറയുമ്പോ നിങ്ങൾ ചാടി വീഴുമല്ലോ, അതെന്താണ്? പറയട്ടെ. ഇപ്പൊ ജാമിത നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ, ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. ഞങ്ങൾ ഇല്ലാന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് പറയാൻ അവകാശമുള്ളതുപോലെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും അത് പറയാൻ അവകാശമുണ്ട്. അത് ഹിന്ദുത്വവാദികൾക്ക് അവകാശമില്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. ഹിന്ദുത്വവാദികൾക്ക് അവകാശമുണ്ട്. ഒരു മിനിറ്റ്, ഉണ്ടല്ലോ, നടത്തിക്കോട്ടെ. ആരാ പിടിച്ചേക്കാൻ പോണത്? നിങ്ങൾ പിടിച്ചു വെക്കണ്ടല്ലോ, നിങ്ങൾ പിടിച്ചു വെക്കണ്ടല്ലോ, അതാ ചോദിക്കണേ. ഞാൻ ബാബുവിനോട് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ ആരിഫൊക്കെ ഇല്ലാ കഥ പറഞ്ഞ് ഇസ്ലാമിനെ ആക്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അത് സത്യസന്ധ, നിങ്ങൾ ഇല്ലാ കഥയൊന്നും അല്ല, അതിലേക്ക് ഞാൻ വരാം. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് പറയാനുള്ള അവസാനിപ്പിക്കും. ഇപ്പൊ ആർ വി ബാബു പറഞ്ഞൊരു സംഗതി, BJPയുടെ ജനറൽ സെക്രട്ടറി കൈലാസ് വിജയവർഗീയ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടത്തിയുള്ള പ്രസ്താവനയുണ്ട്. മധ്യപ്രദേശിലെ മഹാവീർ ജയന്തിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ പുറത്തിറങ്ങിയപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? BJPയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് എന്താ പറയാ, രാത്രി പുറത്തിറങ്ങുന്ന സ്ത്രീകളെ തല്ലണം, മാത്രമല്ല ശൂർപ്പണകയെ പോലെയാണ് അവര്. ഇത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടില്ലേ? BJPക്കാരും RSSകാർക്കും അല്ലെങ്കിൽ ഈ ആരിഫ് ഖാനും ജാമ്യതക്കൊന്നും ശ്രദ്ധയിലില്ലായിരുന്നോ? BJPയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമില്ലേ? ഞങ്ങൾ ആരെങ്കിലും വടിവാളെടുത്ത് വന്നോ? ഏതെങ്കിലും വിശ്വാസികൾ
വന്നില്ല. നിങ്ങൾ അപ്പം മൈക്ക് കെട്ടി വേറെ ആൾക്കാർക്ക് പോകും. അത് സ്ഥിരം പരിപാടിയാണ്. ബിജെപിയുടെ ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെ സ്ത്രീകളെ തല്ലണമെന്നും അതായത് ഡ്രസ് കോഡ് മാന്യമല്ല, ഡ്രസ് കോഡ് മാന്യമല്ല. സക്കീർ, സ്ത്രീകള് രാത്രി പുറത്തിറങ്ങി നടന്നാൽ അവര് ശൂർപ്പണയാണെന്നോ അവരെ അടിക്കണമെന്നോ ഏത് വിജയവർഗീയ പറഞ്ഞാലും അവനെ അടിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതാണ് നിലപാട്. നിങ്ങൾക്ക് അതേപോലെ കാന്തപുരത്തിനെ തള്ളി പറയാൻ കഴിയൂലേ? അതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ആർ വി ബാബു അയാളെ തള്ളി പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാന്തപുരത്തെ തള്ളിക്കളയാൻ പറ്റൂല്ലേ? ഷാക്കിർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഒരു പോയിന്റ് ഞാൻ ചോദിച്ചോട്ടെ. പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ കുട്ടികളോടല്ലേ പറഞ്ഞത് കുർബാന നടത്തിയത്? അല്ലെ, ലവ് ജിഹാദിനെയും നാർക്കോട്ടിക് ജിഹാദിനെയും എതിരെ നിങ്ങൾ എന്തിനാ ഇവിടെ കച്ചറ ഉണ്ടാക്കണേ? അവർക്കല്ലേ ക്ലാസ് നിങ്ങൾ വന്നില്ലേ? ചിൻവാദു പാലം ഷാമു കോയമ്പത്തൂർ എഴുതിയത് അത് അവർക്ക് വേണ്ടിയായിരുന്നില്ലേ? കഥ ഒരുപാടുണ്ട് പറയാൻ ഷാക്കിരെ. അതൊക്കെ അവരുടെ ആളുകളെ സമാധാനിപ്പിക്കാനും പഠിപ്പിക്കാനും ബോധവൽക്കരണം നടത്താനും അവര് ചെയ്തതായിരുന്നു. നിങ്ങളൊക്കെ എതിർത്തത് കൊണ്ടാണ് ഇതിനെ പറഞ്ഞില്ലേ? ഷാക്കിർ കഷ്ടപ്പെട്ട ഒരു BJP നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതാണ്. അത് പാളിപ്പോയി. ഷാക്കിർ പറയൂ, അവിടെ ആർ വി ബാബു അയാളെ തള്ളി പറഞ്ഞ പോലെ കാന്തപുരത്തിനെ തള്ളി പറയാൻ ഷാക്കിർ തയ്യാറാണോ? അല്ലേ? നിങ്ങൾ എന്തിനു തള്ളി പറയും? നിങ്ങൾക്ക് അത് തന്നെയാണ് ഈ പ്രശ്നം. അത് തന്നെയാണ് ഈ പ്രശ്നം. നിങ്ങൾ അത് പറയരുത്. നിങ്ങൾ മതവിധി പറഞ്ഞു. ലീഗിൽ നിന്നും പോയാൽ ദീനിൽ നിന്നും പോകലാണ് എന്ന മതവിധി പറഞ്ഞത് ഷാജിയാണ്. ഷാജി മുസ്ലിം ലീഗുകാരനാണ്. അത് മതവിധിയാണോ? അല്ലേ? അതേപോലെ മുഖ്യമന്ത്രിയുടെ ആ മകള് റിയാസിന് കല്യാണം കഴിച്ചു, അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞത് മതവിധി അല്ലേ? അത് നിങ്ങൾ തള്ളി പറയോ? മുസ്ലിം ലീഗുകാരല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്താ ഈ പറയണത്? ഇനി ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി ഞാനിവിടെ പറയാണ്. ഒരു കാര്യം കൂടി പറയാണ്. അതായത് ഇവിടെ പറഞ്ഞു ഈ ഹദീസ് തീർച്ചയായിട്ടും ഹദീസ് ഇവിടെ എന്തോ വലിയ പ്രശ്നമായിട്ട് ഈ ന്യായീകരണ യന്ത്രം ഇവിടെ ഓണാക്കി. അതാണ് അപ്പൊ ഇവിടെ ഉണ്ടായത്. ഷാക്കിറെ ഇച്ചിരി കൂടിയൊക്കെ മൂത്ത സാധനമായിട്ട് വരണ്ടേ? ഇതൊക്കെ ഏതോ കാലത്ത് മദ്രസ പിള്ളേർ തള്ളിക്കളഞ്ഞ സാധനങ്ങളാണ് ഈ പറയുന്ന ന്യായീകരണമൊക്കെ. അതിന്റെ ആ ഹദീസ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും. ഇത് കളവൊന്നുമല്ല. ഇംഗ്ലീഷ് നിങ്ങൾ പറയണ കേൾക്കൂ. മാന്യം തന്നെയാണ്. അതാ പറയണേ, മാന്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയണത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലായില്ല. ഇംഗ്ലീഷ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് the things ആയിഷ പറയാണ് the things which annulled the prayers were mentioned before me. ആയിഷയുടെ മുന്നിൽ പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് നബി പറഞ്ഞു. മുഹമ്മദ് നബി ആയിഷയോട് പറഞ്ഞ കാര്യമാണ് ഹദീസിലുള്ളത്. ഇനി they said, ഇനി അവിടെ പറഞ്ഞ എന്താണ്? ഈ മൂന്ന് സാധനങ്ങൾ. ഇനി മുഹമ്മദ് നബിയുടെ മുന്നിൽ ഈ ആയിഷ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മുഹമ്മദ് നബി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോ ഇതുപോലെ ഉറങ്ങുന്ന സമയത്ത് കാണുകയാണ്. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞ ഈ സാധനം ഓർമ്മ വന്നിട്ട് മുഹമ്മദ് നബി കാണാതെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം എന്താണ്? ആത്മാഭിമാനം ഉള്ള സ്ത്രീ ആയതുകൊണ്ട് ആയിഷ. ഇനി പോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം ഷാക്കിർ വല്ല മദ്രസയിലും പോയിട്ട് ഇസ്ലാം പഠിക്കാതെ. അതെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വല്ല മദ്രസയിൽ പോയി ജോയിൻ ചെയ്യും. ഷാക്കിറെ മദ്രസയിൽ പോയി പഠിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഇനി 2 ഹദീസ് ഞാനിവിടെ പറഞ്ഞു. എന്താ ഷാക്കിർ രണ്ടാമത്തെ ഹദീസ് വെളുപ്പിക്കാത്തത്? ഷാക്കിർ എന്താ രണ്ടാമത്തെ ഹദീസ് വെളുപ്പിക്കാൻ പറഞ്ഞത്? എനിക്ക് അതാ ചോദിക്കാനുള്ളൂ. അത് വെളുക്കില്ല ഹദീസ്. ഈ 2 ഹദീസും വെളുക്കില്ല ഷാക്കിറെ. ഓക്കെ, ഞാൻ വരാം ചോദിക്കാം. ഷാക്കിറിനോട് ചോദിക്കാം.